സംസ്ഥാനത്തെ റേഷൻ കട ഉടമകൾ സമരത്തിലേക്ക്. റേഷൻ വിതരണം തകിടം മറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതാണ് പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം. വേതന പാക്കേജ് പരിഷ്കരിക്കണം, കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തതിന്റെ കമ്മീഷൻ തുക നൽകണം, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. മാനസ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമ്മളോട് ഒപ്പം ചേരുകയാണ്. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാനു. മാനസ, റേഷൻ വ്യാപാരികളുടെ സൂചനാ പണിമുടക്കാണ്. പ്രധാനമായും ഈ റേഷൻ സമ്പ്രദായത്തെ അട്ടിമറിക്കുന്ന കേന്ദ്ര നീക്കങ്ങൾ തടയുക, അതൊരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന് അവരുടെ വേതന പരിഷ്കരണം, കോവിഡ് കാലത്ത് കിറ്റ് നൽകിയപ്പോൾ അതിൻ്റെ കമ്മീഷൻ തുക കുടിശ്ശിക നൽകുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇത് സൂചനാ സമരം എത്ര ദിവസമുണ്ട്? മറ്റൊന്ന്, ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ അനിശ്ചിതകാല സമര നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണോ റേഷൻ വ്യാപാരികൾ പറയുന്നത്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സൂചനാ പണിമുടക്ക് ഇന്ന് ആരംഭിക്കാൻ ഇരിക്കുകയാണ് റേഷൻ കട ഉടമകൾ. ഏതായാലും കേന്ദ്ര സർക്കാർ റേഷൻ വിതരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് തന്നെയാണ് അവർ ഉന്നയിക്കുന്നതും. മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസം റേഷൻ കട അവധിയായിരുന്നു, ശനി ഞായർ. ഇനിയിപ്പോൾ ഇന്നും നാളെയുമാണ് റേഷൻ കട സൂചനാ സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 4 ദിവസത്തെ ഇടവേളയാണ്, അല്ലെങ്കിൽ 4 ദിവസത്തെ അവധിയാണ് റേഷൻ കടകൾക്ക് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഈ സമിതി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ വരെയാണ് സമരം തീരുമാനിച്ചിരിക്കുന്നത്. സൂചനാ പണിമുടക്കാണ് നടത്തുന്നത്. മാത്രമല്ല, എല്ലാ സംഘടനകളും ഒന്നിച്ചുള്ള സമരമാണ്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വേതന പാക്കേജ് പരിഷ്കരണം, കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തതിൻ്റെ കമ്മീഷൻ നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് റേഷൻ കട ഉടമകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൊക്കെയും കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം തീർത്തും അവഗണന കാണിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ, ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നതും. മാത്രമല്ല, ഇന്ന് 8 മണിക്ക് തുടങ്ങുന്ന സമരം രാവിലെ 10 മണിക്ക് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക. മാത്രമല്ല, രാപ്പകൽ സമരമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരം പ്രതിപക്ഷ നേതാവും സമരത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ സമരപരിപാടികളുമായി നീങ്ങാൻ തന്നെയാണ് റേഷൻ കടകളുടെ നീക്കം. മാത്രമല്ല, ഈ ജൂലൈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സൂചനാ പണിമുടക്ക് കൂടി നടക്കുന്നത്. അതുകൊണ്ട് റേഷൻ വാങ്ങാൻ വരുന്ന ആളുകൾക്ക്, ഇത് സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക. എങ്കിൽ കൂടിയും കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇല്ലാത്ത പക്ഷം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്.